ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വട്ടവട കറങ്ങി വന്നാലോ? അതും നമ്മുടെ KSRTCയിൽ. ചാലക്കുടി KSRTC ഡിപ്പോയുടെ വട്ടവട ഉല്ലാസയാത്രാ പാക്കേജിലാണ് ഞാൻ വട്ടവട പോയത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ജീപ്പ് സഫാരിയും ഉൾപ്പെടെ ഒരാൾക്ക് 1300 രൂപയാണ് ചിലവ് വരുന്നത്. കാലത്ത് 5:30 ചാലക്കുടിയിൽ നിന്നെടുത്ത് അങ്കമാലി, കോതമംഗലം, അടിമാലി വഴിയാണ് നമ്മുടെ യാത്ര. അടിമാലിയിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി KSRTC യാത്ര. പത്ത് മണിയോടെ നമ്മൾ മൂന്നാറിലെത്തും. മൂന്നാറിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററാണ് വട്ടവടയ്ക്കുള്ള ദൂരം. മൂന്നാറിൽ നമുക്ക് സ്റ്റോപ്പില്ലെങ്കിലും പോകുന്ന വഴി മാട്ടുപ്പെട്ടി ഡാം, ചോക്ലേറ്റ് ഫാക്ടറി, എക്കോ പോയിൻ്റ്, ടോപ്പ് സ്റ്റേഷൻ എല്ലാം കണ്ടാണ് പോകുന്നത്. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള യാത്ര പിന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കായ പാമ്പാടുംചോല നാഷണൽ പാർക്ക് വഴിയാണ്. ആന, കാട്ടുപോത്ത്, പുള്ളിപ്പുലി, കാട്ടുപന്നി അടക്കമുള്ള നിരവധി വന്യമൃഗങ്ങളുള്ള നാഷണൽ പാർക്കാണെങ്കിലും ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഒരു വന്യമൃഗത്തെ പോലും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. 1 മണിയോടെ നമ്മൾ വട്ടവടയിലെത്തി. വട്ടവടയിൽ നിന്നാണ് നമുക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള യാത്ര പിന്നെ ജീപ്പിലായിരുന്നു. ജീപ്പ് സഫാരിയും ഈ പാക്കേജിൻ്റെ ഭാഗമാണ്. ഒരു ജീപ്പിൽ 10 പേർക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുക. ജീപ്പിൽ നമ്മൾ ആദ്യം പോയത് നായാട്ട് മൂവി ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. തട്ടായി മലഞ്ചെരുവിൽ തിരിച്ചിട്ടുള്ള പച്ചക്കറി തോട്ടങ്ങളും അവിടുത്തെ ചെറിയ ഗ്രാമങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നും പിന്നെ പോയത് പഴംതോട്ടം വ്യൂ പോയിൻ്റ് കാണാനാണ്. ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് പഴംതോട്ടം വ്യൂ പോയിൻ്റ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്പോട്ട് സ്ട്രോബെറി തോട്ടമാണ്. സ്ട്രോബെറി തോട്ടം കാണുക മാത്രമല്ല, അവിടെ നിന്ന് നമുക്ക് ഫ്രഷായ സ്ട്രോബെറി വാങ്ങാനും സാധിക്കും. 1/4 കിലോ സ്ട്രോബെറിക്ക് 350 രൂപയാണ് അവിടെ വില വന്നത്. അത് കഴിഞ്ഞ് പോയത് സിൽവർ ലൈൻ വാട്ടർഫോൾസ് കാണാനാണ്. ഞങ്ങൾ പോയത് മഴയില്ലാത്ത സമയമായതുകൊണ്ട് വെള്ളം വളരെ കുറവായിരുന്നു. അടുത്ത സ്പോട്ട് ഹണി പാർക്കായിരുന്നു. പക്ഷേ സിൽവർ ലൈൻ വാട്ടർഫോൾസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മഴ തുടങ്ങിയതുകൊണ്ട് ഹണി പാർക്കിൽ കയറാൻ സാധിച്ചില്ല. ചായകുടിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് 6 മണിയോടെ വട്ടവടയിൽ നിന്ന് തിരിച്ചു. കുറഞ്ഞ ചെലവിൽ ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഈ വട്ടവട യാത്ര. തികച്ചും പരിചയമില്ലാത്ത 50 പേരിൽ തുടങ്ങിയ യാത്ര അവസാനിക്കുമ്പോൾ പലരും സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ യാത്ര ഇത്ര മനോഹരമാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ കണ്ടക്ടർ ബിജിച്ചേട്ടനും ഡ്രൈവർ ബിജിച്ചേട്ടനുമാണ്. ഇതെൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.